ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എപ്പിസോഡ് 5 സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോട് കൂടിയിട്ട് നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു ഡെക്സിനെ കുറിച്ച് പഠിക്കുന്ന എപ്പിസോഡുകളിൽ ഒരു 90% നമ്മുടെ എപ്പിസോഡ് ക്ലാസ് കംപ്ലീറ്റ് ആവുകയാണ്. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡും അതിൻ്റെ മുന്നത്തെ എപ്പിസോഡിലായിട്ടും നല്ല രീതിയിൽ ഫുൾ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇനി മുതൽ ടോക്കൺസുകൾ നോക്കിയിട്ട് മേടിക്കാനുള്ള ഒരുവിധം ഡെക്സിനെ കുറിച്ചിട്ടുള്ള അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പറയുന്നു, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിലൂടെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എല്ലാവരുടെയും സ്വന്തം റിസ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ തമ്പനയിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളിലോട്ട് കിടക്കാം. അതായത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു കോയിൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ പറഞ്ഞു. അതായത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഇതിൽ ഓരോ ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇത്രയൊക്കെ ചെയ്താലും സക്സസ് ആവാനുള്ള ചാൻസ് കുറച്ചുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ ടോക്കണുകൾ അല്ലെങ്കിൽ കോയിനുകളുടെ പേര് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി അതല്ലേ. പക്ഷേ അത് പറയുമ്പോൾ ഈസിയാണ്, അടിപൊളിയാണ്. പക്ഷേ അതിലോട്ട് എത്തിപ്പെടാൻ കുറേയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പണ്ട് അങ്ങനെ ഒരു രീതിയിലോട്ട് എത്തിപ്പെട്ടു, പക്ഷേ അതിനൊരു ലൈഫ് കുറവാണ്. എന്നിരുന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെയിൽസ്, ആൽഫ അല്ലെങ്കിൽ ഇൻസൈഡേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ടീമുകളുണ്ടല്ലോ. അങ്ങനത്തെ ടീമുകൾക്ക് അറിയാം ഏത് ടോക്കണുകളാണ് അവർ ഇനി പൊക്കിക്കൊണ്ട് വരാൻ പോകുന്നതെന്നൊക്കെ അവർക്കറിയാലോ. അപ്പോൾ ഇവരെ നമുക്ക് കണ്ടെത്തിയിട്ട് സീക്രട്ടായിട്ട് ഒളിച്ച് നിന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ബൈ ചെയ്യുന്ന കോയിനങ്ങ് ചുമ്മാ ബൈ ചെയ്താൽ പോരെ, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ട് ല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ കയറി മേയാൻ പോകണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇത്തരം ആൽഫ അല്ലെങ്കിൽ വെയിൽസ്, ഈ പറഞ്ഞ ആ ടീമുകളുടെ വാലറ്റ് അഡ്രസ്സ് കിട്ടണം. അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സ് പണ്ടൊക്കെ പിന്നെയും കിട്ടിയിരുന്നു. അപ്പോൾ അവർ നമ്മളിത് കണ്ടെത്തുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് അവർ ദിനം പ്രതി അവരുടെ വാലറ്റ് അഡ്രസ്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മളും നല്ല രീതിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അവരോടൊപ്പം തന്നെ പിന്നാലെ സഞ്ചരിക്കാൻ പറ്റി കഴിഞ്ഞാൽ, അതുപോലെ അവരെ കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രോ ട്രേഡറായി മാറാൻ പറ്റും. മനസ്സിലായി, നല്ല രീതിയിൽ ക്യാഷ് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട്, ഈ ഡെക്സിനെ പറ്റിയിട്ട് പഠിക്കുന്ന ആ ഒരു കാലത്ത് ഏകദേശം ഒരു 1 ഇയർ മുന്നൊക്കെ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സമയം വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം ഇതിലിരിക്കുന്നവർക്കാണ് ആ ഒരു സംഭവം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിൽ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺസ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മേലെ റിട്ടേൺസ് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ അവരോടൊപ്പം നമ്മൾ അവരെന്തൊക്കെയാണ് ചേഞ്ചസ് ചെയ്യുന്നത് അതേ ഒരു പാറ്റേണിൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലോട്ട് എത്താം. 2 ആൽഫാസിൻ്റെ വാലറ്റ് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഏകദേശം നല്ലൊരു പ്രോഫിറ്റ് എടുത്തു. കാരണം നമ്മൾ അവരെ വാലറ്റ് ട്രാക്ക് ചെയ്തിട്ട് അവർ ബൈ ചെയ്യുന്നതൊക്കെ കണ്ടെത്തിയിട്ട് ബൈ ചെയ്യുമ്പോൾ ഇവർക്കും മനസ്സിലാവും. കാരണം ഇവരെടുക്കുന്ന പോലെ തന്നെ പ്രോഫിറ്റ് വേറെ ആളുകൾ എടുക്കുമ്പോൾ ഇവർക്ക് അതൊരു നെഗറ്റീവാണ്. കാരണം ഇവർക്ക് കിട്ടേണ്ട കുറേ പ്രോഫിറ്റൊക്കെ അതിൽ മിസ്സായി പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവരും ട്രാക്ക് ചെയ്യും. ഇവർ ബൈ ചെയ്യുമ്പോൾ ആരൊക്കെ ബൈ ചെയ്യുന്നു, ഇവരെ സെല്ല് ചെയ്യുമ്പോൾ ആരൊക്കെ സെല്ല് ചെയ്യണു. അപ്പോൾ അവരും നോക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സെയിം ആയിട്ടുള്ള ഒരാൾ ഒരു വാലറ്റ് അഡ്രസ്സ് ഇങ്ങനെ ഇവരെ കോപ്പി ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഇവരും വാലറ്റ് അഡ്രസ്സുകൾ ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിങ്ങനെ എന്നും നമുക്കൊരു വാലറ്റ് അഡ്രസ്സ് കിട്ടിയാൽ പോലും നമ്മൾ എന്നും ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളുടെ വാലറ്റ് അഡ്രസ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. മുന്നത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞത് നമുക്ക് വരുന്ന കോയിനുകളിൽ നിന്ന്, റെക് പുള്ളിൽ നിന്ന്, സ്കാമിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഫിൽറ്ററുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാത്തിനും മാറ്റി വെച്ചിട്ട് അതൊക്കെ നിങ്ങൾ മറ്റൊരു സെക്ഷനായിട്ട് ചെയ്യുക. ഇതൊരു സെപ്പറേറ്റ് സെക്ഷനാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ടൈം ഒരുപാടുള്ളവർക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇതിൽ വർക്ക് ചെയ്തിട്ട് നല്ല വെയിൽസിനെ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഒപ്പം ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നമ്മുടെ ഡെക്സിൽ ഇത് പറയണം, കാരണം ഡെക്സിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഫസ്റ്റ് വന്നു നമ്മുടെ റേഡിയത്തിൽ സൊളാന എക്കോസിസ്റ്റം എടുത്തു, റേഡിയോ എടുത്തു. അവരുടെ പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു 6 മണിക്കൂറിൽ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്ന ആ ഒരു സെക്ഷനായിട്ടുള്ള കോയിനുകളോട് വന്നു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റത്തെ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇന്ന് നമ്മുടെ ബിറ്റ് കോയിൻ 100K, അതായത് 1,00,000 ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഒരു മീം കോയിനുകൾ ഇവിടെ സൊളാന എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, 100K BTCയുടെ ആ ഒരു പടം കൊടുത്തിട്ട് ഏകദേശം ബൂസ്റ്ററൊക്കെ കൊടുത്തിട്ട് റാങ്കിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ 695K ആണ് മാർക്കറ്റ് ക്യാപ്പ്. ഇത് റെക് പുള്ള് ചെയ്യാൻ ചാൻസ് ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. ഹൈലി റിസ്ക് ആണ്. ഏജ് 3 മണിക്കൂറാണ്. ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് ഏകദേശം 3 മണിക്കൂറായിട്ടുള്ളൂ. ആ ഒരു 3-4 മണിക്കൂർ മുന്നെയാണ് തോന്നുന്നു ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയത് കേട്ടോ. അതുപോലെ തന്നെ 57,000, ഏകദേശം 1,50,000 മീതിയാണ് ശതമാനം കയറിപ്പോയിരിക്കുന്നത് ടോക്കൺ വന്നതിന് ശേഷം. അപ്പോൾ ഈ ഒരു ടോക്കൺ ഞാനിവിടെ ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾ ഇതിലത്തെ ടോപ്പായി കിടക്കുന്ന 30
ടോക്കൺസുകളും ഇതിൽ ചെയ്യണം. മുഴുവനും ഞാൻ ചെയ്ത് വരുമ്പോഴേക്കും നേരം വെളുക്കും. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ടോക്കണിലാണ് ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലുകൾ കാണിച്ച് തരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള ടോക്കണുകളിലൊക്കെ അവിടെ കിടക്കുന്ന 30 ടോക്കണുകളിലും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടോക്കൺ ഇവിടുത്തെ എടുത്ത്, അതും റാങ്കിൽ 1ാം സ്ഥാനത്ത് കിടക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഇവിടെ എടുക്കുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ മിനിറ്റിലോ ഒരു മണിക്കൂറിലോ ആയിരിക്കും ഇവിടുത്തെ റിട്ടേൺസ്. ചിലപ്പോൾ ഒരു 10 മിനിറ്റിലൊക്കെ ആയിരിക്കും 300%, 400%, 1000%, അല്ലെങ്കിൽ കാശ് പോകാനും ചാൻസ് ഉള്ളത്. മനസ്സിലായില്ലേ? മറ്റോടത്ത് നമ്മൾ എന്താ പറയുക, നമ്മളവിടെ മേടിച്ചൊന്നും ചിലപ്പോൾ ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകതയും റിസ്ക് കൂടുമ്പോൾ റിട്ടേൺസും ഇവിടെ കൂടും. അപ്പോൾ ഇവിടുത്തെ റിട്ടേണിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സ്ക്രീൻ അങ്ങനെ അധികം നേരം നോക്കിയിരിക്കേണ്ടതായിട്ടൊന്നും ചിലപ്പോൾ വരില്ല. ചിലപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ മണിക്കൂറുകളോ മാത്രമാണ് നോക്കിയിരിക്കേണ്ടതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ടോപ്പ് ട്രേഡറെ കണ്ടെത്തണം. ഈ ടോപ്പ് ട്രേഡർ തന്നെയാണ് നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും വെയിൽ ആയിക്കോട്ടെ, ആൽഫ ആയിക്കോട്ടെ, ഇൻസൈഡർ ആയിക്കോട്ടെ, അങ്ങനെ കുറേ ടേമുകളിൽ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ താഴെ നമുക്ക് ടോപ്പ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം, സ്നൈപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. ഈ 2 സെക്ഷനിലാണ് കളിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെയൊക്കെ ഇതിൽ നിന്നും ഈ ഒരു സെക്ഷനിലും ഇവർ കാണാണ്ടിരിക്കാനുള്ള വഴികളൊക്കെ അവർക്ക് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഞാനൊന്ന് പറഞ്ഞുതരാം, ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അവരൊരു വാലറ്റിൽ നിന്ന് ഈ ഒരു ടോക്കൺ മേടിച്ചു, എന്നിട്ട് അവർ അവിടെ സെല്ല് ചെയ്യുമ്പോഴാണ് ശരിക്കും അവർ എത്രയ്ക്കാണ് മേടിച്ചിട്ട് എത്ര പ്രോഫിറ്റ് എടുത്തിട്ടാണ് അവർ സെല്ല് ചെയ്തത്, അതായത് എത്ര ശതമാനത്തിൽ സെല്ല് ചെയ്തതെന്ന് കാൽക്കുലേഷൻ വന്നാൽ മാത്രമാണ് ഈ ഒരു 2 സെക്ഷനിലും കാണിക്കുള്ളൂ. അപ്പോൾ ഇത് ഇവർക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട് ഇവർക്ക്. അത് ഞാൻ പറയാം. ഈ ഒരു ടോക്കൺ ഇവർ വാങ്ങി വേറൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ ഈ മേടിച്ച വാലറ്റിൽ സെല്ല് ചെയ്യാറുണ്ട്, മറ്റൊരു വാലറ്റിലേക്ക് ഈ ഒരു ടോക്കൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ സെല്ല് ചെയ്യും. അവിടെ സെല്ല് ചെയ്യുമ്പോൾ എന്തായി, ആ വാലറ്റിൽ ഒരിക്കലും ബൈ ചെയ്ത ആ ഒരു പ്രൈസോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ അത് സെല്ലായി. അപ്പോൾ ആ ഒരു വാലറ്റിൻ്റെ ഡീറ്റെയിൽസിന് അറിയില്ല ഇവർ എത്ര പ്രോഫിറ്റിലാണത് മേടിച്ചതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ മേടിച്ചതൊക്കെ വേറൊരു വാലറ്റിലായിരുന്നു. അപ്പോൾ ഈ വാലറ്റിൽ സെല്ല് ചെയ്യാത്തതുകൊണ്ടും ഈ വാലറ്റിന് അറിയില്ല ഇവർ പ്രോഫിറ്റിലാണോ സെല്ല് ചെയ്തത്, ലോസിലാണോ സെല്ല് ചെയ്തത്, എന്ത് സംഭവിച്ചെന്ന് ഇവർക്കും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ട്രേഡർ സെക്ഷനിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ടോപ്പ് ട്രേഡർ സെക്ഷനിൽ നമുക്ക് അതും കണ്ടെത്താനായിട്ട് ചെറിയൊരു ലൂപ്പ് ഹോളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പ് ട്രേഡർ, നമ്മൾ സ്നൈപ്പിംഗ് സെക്ഷനിലോട്ട് കടക്കുന്നില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയണം, നമ്മൾ സ്നൈപ്പിംഗ് എന്നുള്ളൊരു സെക്ഷനിലോട്ട് കടക്കുന്നില്ല. അത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, ഇതിലും വലിയ റിസ്ക് ഉള്ള സംഭവമാണ്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മളിപ്പോൾ പോകണ്ട. നമുക്ക് ടോപ്പ് ട്രേഡർ, അതായത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ട്രേഡർ ആയിട്ടുള്ള ആളുകൾ മാത്രം ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അതായത് ഒരാളിവിടെ $16,000, ഓക്കെ, $16,000 ഇവിടെ സെല്ല് ചെയ്തു. മനസ്സിലായില്ല? സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുത്തു. പക്ഷേ ഈ $16,000 പ്രോഫിറ്റാണോ ഇയാൾക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇയാളിവിടെ ബൈ ചെയ്ത ഡീറ്റെയിൽസുകളൊന്നും ഇവിടെ ഇല്ല. ഇതാണ് പറഞ്ഞത്, ഇയാൾ വേറെ വാലറ്റിൽ നിന്ന് ബൈ ചെയ്തിട്ട് ഈ വാലറ്റിൽ കൊണ്ടിട്ട് സെല്ല് ചെയ്തു. അപ്പോൾ ഇയാൾ ബൈ ചെയ്ത വാലറ്റ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു EXP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് ഓപ്പൺ ആവും. അതായത് ഇയാൾ സെല്ല് ചെയ്ത വാലറ്റിൻ്റെ ഡീറ്റെയിൽസും ടോക്കണിൻ്റെ പേരൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടോക്കണിൻ്റെ ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മുന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മൾ ട്രാൻസ്ഫേഴ്സിൽ വന്നു. ഈ ഒരു ടോക്കൺ, അതായത് നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു ടോക്കണിലാണല്ലോ ഇയാൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തത്, ആ ഒരു ടോക്കൺ മാത്രം ഇവിടെ കോൺടാക്ട് അഡ്രസ്സ് ഈ ടോക്കണിൽ പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് ഫിൽറ്റർ കൊടുത്തു. അതായത് ഇയാൾ സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നമുക്കിവിടെ വന്നു, ഇയാൾ റേഡിയം ആ പ്രൊവൈഡറിലാണ് ഇയാൾ സെല്ല് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് റേഡിയത്തിൻ്റെ വാലറ്റ് അഡ്രസ്സ് കിട്ടുമെന്ന് ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്കൊരു നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. കിട്ടും. നമുക്ക് ഈ ഒരു റേഡിയം, അതായത് ഈ പ്രൊവൈഡർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രൊവൈഡറിൻ്റെ വാലറ്റ് അഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുകയാണ്, ഇവിടെയൊക്കെ ഇയാൾ ഈ ഒരു റേഡിയത്തിൽ നിന്ന് സെല്ല് ചെയ്ത കാര്യങ്ങളാണ്. അതായത് ഫ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഇയാളുടെ ഈ ഒരു വാലറ്റ് അഡ്രസ്സിൽ നിന്ന് വേറെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ആയി എന്ന് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ്, റേഡിയത്തിലോട്ട് പോയി, അതായത് ലിക്വിഡിറ്റി പ്രൊവൈഡറിലോട്ട് പോയി. ആ പ്രൊവൈഡറിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സെല്ല് ചെയ്യുമ്പോഴല്ല അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ സെല്ല് ചെയ്തതാണ്. നമുക്ക് കുറച്ചുകൂടിയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ റേഡിയം 2 റേഡിയം ആണ് കിടക്കണതെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ സെക്ഷനിൽ റെഡ് കളറിലായിട്ടാണോ ഈ ഒരു ക്വാണ്ടിറ്റി, ഇവർ സെല്ല് ചെയ്ത ക്വാണ്ടിറ്റി കാണിക്കണമെന്നൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇയാൾ കണ്ടിന്യൂസിലൂടെ സെല്ല് ചെയ്യണം നോക്കി, 376, 161, 230 ഇങ്ങനെ ഡോളറിന് സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ പ്രോഫിറ്റിലാണ് ഇതൊക്കെ സെല്ല് ചെയ്യുന്നത് നമുക്കറിയില്ല, കാരണം ഇവിടെ സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. ഈ ഒരു വാലറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇയാളുടെ ഈ സെല്ല് ചെയ്ത ഈ ക്വാണ്ടിറ്റി എവിടെ നിന്നാണ് വന്നതെന്ന് ഒന്ന് നോക്കി നോക്കാം. എവിടെ നിന്നാണ് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാലറ്റിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ ഇത് ബൈ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടില്ലേ? ഓക്കെ, കിട്ടും. അത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു വാലറ്റിൽ സെല്ല് ചെയ്തതല്ലാതെ ഇപ്പോൾ ഇവിടെ മൊത്തം റേഡിയിൽ നിന്ന് കൊണ്ട് കിടക്കണം, റേഡിയിൽ നിന്നല്ലാണ്ട് ഇയാൾ ബൈ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ ഒരു വാലറ്റിൽ ഇയാൾ ബൈ ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു എമൗണ്ടിന് എത്ര ഡോളറിന് വർത്ത് വരുന്നതാണ്, $66 വർത്ത് വരുന്നത് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട് ഇയാൾ. അതിനുശേഷം ഓക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏകദേശം 35 മില്യൺ ആണ് ബൈ ചെയ്തിരിക്കുന്നത് വെറും ഡസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടോക്കണുകൾ. അതായത് വളരെ ചെറിയ, അതായത് 6,18,101 ക്വാണ്ടിറ്റി ആണ് സെല്ലായിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ബൈ ചെയ്ത ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നില്ല, കണ്ടില്ലേ, ബോട്ട് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇയാളെ ആക്ച്വലി ഇവിടെ എന്ത് തരം ടൂളാണോ സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്തിട്ടാണോ ഇത് മാസ്ക് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ വേറൊരു വാലറ്റിൽ ബൈ ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല സെല്ല് ചെയ്ത്, നേരെ മറിച്ച് വേറെന്തോ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ സെല്ലിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാസ്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയ കഴിവുള്ളവർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ അറിവിനേക്കാളൊക്കെ അപ്പുറം കടക്കുന്ന ആളുകൾ വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ വെയിൽസുകളായിരിക്കും, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായിരിക്കും. നമ്മൾ ഒരിക്കലും ഇവരെ ട്രാക്ക് ചെയ്യാണ്ടിരിക്കാൻ, ഇവരെന്നൊക്കെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം സോഫ്റ്റ്വെയറുകൾ മേടിക്കാൻ, സോഫ്റ്റ്വെയർ അല്ല ആക്ച്വലി ഇതൊരു ഫിസിക്കൽ മെഷീനാണ്, ഈ മെഷീനുകൾ വെച്ചിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്, സോഫ്റ്റ്വെയറുകളല്ല. ഇത്തരം മെഷീൻസിന് തന്നെ നല്ല വില വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ഇയാൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇയാൾ അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുള്ളൊരു മനുഷ്യനാണ്. കണ്ടില്ലേ, 4 മണിക്കൂർ മുന്നേ ഇയാൾ ഈ കോയിൻ വാങ്ങി, അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, അതായത് 3 മണിക്കൂർ മുന്നെയാണ് സെല്ല് ചെയ്തത്. അതായത് 1 മണിക്കൂറിൻ്റെ ടൈം ഗ്യാപ്പ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ ടോക്കൺ മേടിച്ചു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് സെല്ല് ചെയ്യുന്നത്. അത് നല്ലൊരു സംഭവമാണ്. അത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് നല്ലതാണ്. അതായത് ചിലവരുണ്ട് ബൈ ചെയ്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കൊക്കെ സെല്ല് ചെയ്യണവർ. നമുക്കൊരിക്കലും ആ 2 മിനിറ്റ് പോരാ, നമുക്കിത് കണ്ടെത്തിയിട്ട് പോയി ബൈ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല. പക്ഷേ 1 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഒരു 5 മിനിറ്റ് ടൈം കൊണ്ട് തന്നെ ബൈ ചെയ്താൽ മതി. എന്നിട്ട് ഇയാൾ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കിയൊക്കെ, ഞാൻ ഇയാളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, വാലറ്റ് അഡ്രസ്സ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ട്രാൻസാക്ഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു, നമ്മുടെ പഴയ ഒരു സെക്ഷനിലോട്ടാണ് തിരിച്ചു വന്നു. അതിനുശേഷം ഞാൻ ഇയാളുടെ വാലറ്റ് വെച്ചിട്ട് ഇയാൾ ഇവിടെ എന്തൊക്കെ ബൈയിങ് സെല്ലിങ് നടത്തിയിട്ടുണ്ടെന്ന്, ഈ ഒരു ടോക്കണിന് മാത്രം എന്തൊക്കെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫിൽറ്റർ എടുത്തു, ഇയാളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തു, അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്ലൈ ചെയ്തപ്പോൾ ഇയാൾ സെല്ല് ചെയ്ത ഡീറ്റെയിൽസുകൾ ഇങ്ങനെ വന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ ബൈ ചെയ്ത ഡീറ്റെയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അവിടെ വന്നിട്ട് ബൈ ക്ലിക്ക് ചെയ്ത് ഇയാൾ ബൈ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ നോക്കുകയാണ്, ഇവിടെ ഞാൻ 1 hour ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നത്, 4 hour ആയിട്ടുള്ളൂ ഈ ഒരു ടോക്കൺ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു മാർക്കേഴ്സൊക്കെ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാണ്. അതിനുശേഷം ഞാനൊരു 5 minute ടൈം ഫ്രെയിം ഇട്ടു, 4 മണിക്കൂറല്ലായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇയാൾ ഈ ഒരു ടോക്കൺ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ മേടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇയാൾ സെല്ല് ചെയ്യുമ്പോൾ ഏകദേശം എത്ര ശതമാനം പ്രോഫിറ്റ് നിങ്ങൾ നോക്കൂ 450% ഇവിടെ പ്രോഫിറ്റ് കാണുന്നത്. എത്ര സമയം കൊണ്ടാണ് നോക്കിയോക്കിയേ, വെറും 55 മിനിറ്റ് കൊണ്ടാണ് ഇയാൾ ഇവിടെ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇയാളുടെ പോലെ തന്നെ നമുക്ക് ബൈ ചെയ്യാൻ സെല്ല് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നല്ല കാണുമ്പോൾ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഞാൻ പറയുകയാണ്, നല്ല റിസ്ക് ഉണ്ട്, നമുക്കിവരെ ഫോളോ ചെയ്യാൻ. ഇയാൾ ബൈ എപ്പോഴാണ് ചെയ്യണതെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ നടക്കുന്ന സമയത്ത് ഈ വാലറ്റ് അഡ്രസ്സിൽ ഇവിടെ ബൈയിങ് നടക്കുമ്പോൾ നമ്മളെങ്ങനെ അറിയും? അതറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൂളുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയായാലും നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇതാ ഇയാൾ ബൈ ചെയ്തു, വേഗം പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് പോയാൽ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു $2 $3 മേടിച്ചിട്ട് ഇയാൾ എപ്പോഴാണ് സെല്ല് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇതാ ഇയാൾ സെല്ല് ചെയ്തു. ആ പോയിന്റിലാണ് നിങ്ങൾക്ക് പോയിട്ട് അവിടെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം. കേൾക്കുമ്പോൾ ഇതൊക്കെ നല്ല രസം ഉണ്ടാവും, പക്ഷേ നല്ല റിസ്കുകളുണ്ട്. ഇതൊക്കെ എനിക്ക് അറിഞ്ഞിട്ടും ഇവിടെ കുറേ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ, നല്ല രീതിയിൽ വാലറ്റ് അഡ്രസ്സുകൾ നിങ്ങൾ ഏറ്റവും ജെന്യുവനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന വാലറ്റിനെ കണ്ടുപിടിക്കണം. അതിന് സമയം ചിലവഴിക്കേണ്ടി വരും. ഇതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു വാലറ്റിൽ ഈ ഒരു ടോക്കൺ സക്സസ് ആയി ഇല്ലേ, എന്നാൽ ഈ വാലറ്റിൽ ഇയാൾ ചെയ്യുന്ന എല്ലാ ടോക്കണും സക്സസ് ആണോ നമുക്കറിയോ? ഇല്ല. കാരണം ഇയാളൊരു 25 കോയിൻസ് ഒരു ദിവസം മേടിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ആ 25 എണ്ണത്തിൽ ചിലപ്പോൾ ഒരു എണ്ണവും 2 എണ്ണവും സക്സസ് ആവുന്നത്. ആ ഒരു എണ്ണവും അല്ലെങ്കിൽ ആ 2 എണ്ണത്തിലത്തെ ആ ടോക്കണുകൾ മാത്രമാവും നമ്മൾ ഈ ഒരു കഥ ഇവിടെ കാണുന്നത്. ഈ കഥയും വിശ്വസിച്ചിട്ട് നമ്മൾ ഇയാൾ ബൈ ചെയ്യുന്ന അടുത്ത കോയിൻസ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആവുമോ? ലോസ് വരില്ലേ? അപ്പോൾ ഞാൻ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് വാലറ്റ് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്
ഇയാൾ വേറെ മറ്റു കോയിനുകളിലൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടുത്തെ ടോക്കണിൻ്റെ ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് ഞാൻ റീസെറ്റ് ചെയ്തു. അപ്പോൾ ഇയാൾ ബൈ ചെയ്ത എല്ലാ ടോക്കണുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയേണ്ട എന്താ, ഇയാൾ റേഡിയം വഴി സെല്ല് ചെയ്തിട്ടുള്ള ഏതൊക്കെ ടോക്കൺസ് ഉണ്ട്, അപ്പോൾ ഏതൊക്കെ ടോക്കൺസുകൾ സെല്ല് ചെയ്ത് ഇത് ഈ 100K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ അല്ലാണ്ട് വേറെ ഏതൊക്കെ ടോക്കണുകൾ ഇയാൾ സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ലേ. അപ്പോൾ ഞാൻ എന്താ റേഡിയത്തിൻ്റെ ആ ഒരു പ്രൊവൈഡറിൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ടൂലോട്ട് തന്നെ പോയിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഫിൽറ്റർ കൊടുത്തു. അപ്പോൾ എന്തായി, നമുക്ക് റേഡിയത്തിൽ ഇയാൾ സെല്ല് ചെയ്ത ടോക്കണുകൾ മാത്രം വരും. അപ്പോൾ ഈ ഒരു റീസെൻ്റായിട്ട് അയാൾ 100K എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ മാത്രമാണ് ഇവിടെ സെല്ല് ചെയ്തായിട്ട് കാണുന്നത്. അതായത് ഈ ഒരു വാലറ്റ് അയാൾ ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാലറ്റ് എന്ത് ചെയ്തു, ഈ വാലറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇയാൾ ഇനി അടുത്തത് ബൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നാൽ യാതൊരു രീതിയിലുള്ള ഒരു റെസ്പോണ്ടും ഇല്ല. അതായത് ഇതാണ് ഞാൻ പറയുന്നത്, ഇയാൾ ഇവിടെ ഈ ഒരു വാലറ്റിൽ നല്ല വലിയ പ്രോഫിറ്റ് എടുത്തു, എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഈ ഫണ്ട് വേറൊരു വാലറ്റിലേക്ക് മാറ്റി. അത് നമ്മൾ കാണാതിരിക്കാനുള്ള വഴികളും ഇവർക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയില്ലേ, ആ വാലറ്റ് തന്നെ നമ്മൾ പിന്നെ ട്രാക്ക് ചെയ്താൽ പറയാം. അയാൾ അതിൽ ഫ്രഷ് ആയിട്ട് ഏത് കോയിനെ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്കൊരു ഐഡിയ, ഇയാൾ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇയാൾ ഇവിടെ പ്രോഫിറ്റ് എടുത്ത മൊത്തം ഫണ്ട്, അതായത് ആ സൊളാനോ ഇയാളൊരു ബൈനാൻസ് പോലത്തെ ഒരു എക്സ്ചേഞ്ചിലോട്ട് ഇയാൾക്ക് മാറ്റാൻ പറ്റും. ആ എക്സ്ചേഞ്ചിലോട്ട് മാറ്റുമ്പോൾ ഇവിടെ എന്താ കാണിക്കുക, ഇയാൾ ബൈനാൻസിലോട്ട് മാറ്റിയെന്ന് കാണിക്കുള്ളൂ. ബൈനാൻസിലെ ഇയാളുടെ വാലറ്റ് അഡ്രസ്സ് ഒരിക്കലും കാണിച്ച് തരില്ല ഇവിടെ. കാരണം എന്താ, ബൈനാൻസ് അങ്ങനെ ഒരു പ്രൈവസി സെക്യൂരിറ്റി ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും സൊളാനോ ബ്ലോക്ക് ചെയിനിൽ ബൈനാൻസിലോട്ട് മാറ്റിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ബൈനാൻസിലെ ഏത് സൊളാനോ വാലറ്റിലേക്കാണ് മാറ്റിയെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സ്റ്റക്കായി പോയില്ലേ, നീ ഇയാൾ എവിടേക്കാണ് മാറ്റിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെറുതെ ആയില്ലേ. അതായത് ഇയാൾ പുലിയാണെന്ന് നമുക്ക് മനസ്സിലായി, നല്ല പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെന്നും മനസ്സിലായി. 450% വെറും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ പ്രോഫിറ്റ് എടുത്തൊരു പുലിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ പുലിയെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ സ്റ്റക്കായി പോയി ഇല്ലേ. അപ്പോൾ ഇയാൾ ബൈനാൻസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ അറിയില്ല. പിന്നെ അയാൾ ബൈനാൻസിൽ നിന്ന് വേറെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്ക് മാറ്റി കഴിഞ്ഞാലും ആ ഒരു വാലറ്റ് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. കാരണം ബൈനാൻസിൽ സെക്കൻഡിൽ തന്നെ ഒരുപാട് വാലറ്റിലേക്ക് ഇങ്ങനെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വാലറ്റുകൾ, അതായത് ഇയാൾ മാറ്റിയിട്ടുള്ള ഫണ്ട് ഏത് വാലറ്റിലേക്കാണ് നമുക്ക് മാറ്റിയെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ബൈനാൻസിൽ നിന്ന് സെക്കൻഡിലാണ് ഇഷ്ടംപോലെ വാലറ്റിലേക്ക്, അതായത് യൂസേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇയാളെ പിന്നീട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാൻ വരട്ടെ, നിങ്ങൾക്ക് എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിങ്ങനെ ചകഞ്ഞ് നോക്കി നല്ല വാലറ്റ് അഡ്രസ്സുകൾ ഇവിടെ കിട്ടുമ്പോൾ ഞാൻ ടോപ്പ് ട്രേഡറിലേക്ക് തന്നെ ഒന്നുകൂടി വരികയാണ്. അതിനുശേഷം ഞാനിവിടെ ഇയാളിവിടെ സെല്ല് ചെയ്ത കാര്യങ്ങൾ മാത്രം അറിയുന്നുള്ളൂ. നമുക്ക് ബൈ ചെയ്തിട്ട് പ്രോഫിറ്റിൽ സെല്ല് ചെയ്ത ഒരാളെന്ന് നോക്കി നോക്കാം ചുമ്മാ. ഓക്കെ, ഇവിടെ ഒരാളുടെ ബൈ ചെയ്ത ഡീറ്റെയിലും ഉണ്ട്, സെല്ല് ചെയ്ത ഡീറ്റെയിലും ഉണ്ട്. ഓക്കെ, ഇയാൾ ബൈ ചെയ്തത് ഏകദേശം $1166 ഇയാളിവിടെ ബൈ ചെയ്തത്. ബൈ ചെയ്തപ്പോൾ ഇയാൾക്ക് ഈ 100K എന്നുള്ള ടോക്കൺ എത്ര എണ്ണം കിട്ടി, 27.5 മില്യൺ ടോക്കൺ ഇയാൾ ഇവിടുന്ന് വാങ്ങി $1166 കൊടുത്തിട്ട്. എന്നിട്ട് ഇതിൻ്റെ പകുതിയോളം ഏകദേശം 12.2 മില്യൺ, ഇവിടെ 27 മില്യൺ മേടിച്ചിട്ടുണ്ട്, ഇവിടെ 12 മില്യൺ അയാൾ സെല്ല് ചെയ്തു. സെല്ല് ചെയ്തപ്പോൾ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയ, ഈ 1166 വാങ്ങിയത് ഇയാൾ 8372, ഏകദേശം 700% പ്രോഫിറ്റ് അയാൾ അവിടെ എടുത്തു. ഏത്, ഈ ടോക്കണിൻ്റെ അയാൾ വാങ്ങിയിട്ടുള്ള ഈ ഒരു ടോക്കണിൻ്റെ പകുതി അയാൾ സെല്ല് ചെയ്തിട്ട് വരെ 700% എടുത്തു. ഇനി പകുതി അയാൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഇല്ലേ. അപ്പോൾ അയാൾ ഇവിടെ എടുത്ത പ്രോഫിറ്റ് ഇതാ 700% എന്ന് പറയുമ്പോൾ എത്ര, $7206 ഇയാൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ടോക്കണിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ, അതായത് 12 മില്യൺ അയാൾ സെല്ല് ചെയ്തു 27. അപ്പോൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഇയാൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു ടോക്കണിൻ്റെ വില പ്രകാരം $9177 വർത്ത് വരുന്നുണ്ട്. ഏകദേശം ഇയാൾ ഈ ഒരു ടോക്കണിൽ നിന്ന്, അതായത് ഈ ഒരു ട്രേഡ് കൊണ്ട് അയാൾ ഏകദേശം എടുത്തിട്ടുള്ള ശതമാനം ഇപ്പം തന്നെ നോക്കുമ്പോൾ ഏകദേശം 1700-1800% പ്രോഫിറ്റ്. $1000 ചിലവാക്കിയിട്ട് ഇയാൾ ഏകദേശം ഒരു $15,000 പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ ബൈ ചെയ്തതും സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കിട്ടി ഒറ്റയടിക്കും. മറ്റേ പുള്ളീനെ നമുക്ക് നോക്കിയപ്പോൾ സെല്ല് ചെയ്ത ഡീറ്റെയിൽസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ പോയിട്ട് നല്ല രീതിയിൽ ചകഞ്ഞെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി അയാളത് മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് മാസ്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് ഒന്ന് പറയാം. ഇപ്പോൾ ഇയാൾ ഇവിടെ മാസ്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അതായത് ഇവിടെ മാസ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഇവിടെ വേറൊരു വാലറ്റ് അഡ്രസ്സ് കാണിക്കും. ഇതാണ് ഇയാളുടെ വാലറ്റ് അഡ്രസ്സ്. ഇതല്ലാതെ വേറൊരു വാലറ്റിൽ നിന്ന് ഈ ഒരു വാലറ്റിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്ത് ഇയാളുടെ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ആയിരിക്കും കാണിക്കുക. മനസ്സിലായില്ല, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ എന്തെങ്കിലും വന്നുള്ളൂ, നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. ഒന്നും വരാൻ വഴിയില്ല, നോക്കി നോക്കാം. ഓക്കെ, വെറും ജസ്റ്റ് സൊളാനോ മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ ഒന്നും കാണിക്കുന്നില്ല. അതായത്
ഇയാളുടെ ഈ ഒരു വാലറ്റ് അഡ്രസ്സിലേക്ക് സൊളാന മാത്രമേ വന്നിട്ടുള്ളൂ. അത് എവിടുന്ന് വന്നേക്കണം, അയാൾ റേഡിയത്തിൽ നിന്ന് മേടിച്ചേക്കണമെന്നാണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പം നമുക്ക് ചില സമയത്ത് ഇയാൾ മാസ്ക് ചെയ്യാൻ അത്രയും കഴിവുള്ള ഒരു പവറായിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ വാലറ്റിൽ നിന്ന് ഈ വാലറ്റിലേക്ക്, അയാളുടെ ഈ വാലറ്റിലേക്ക് ടോക്കൺ, ഈ 100K എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വാലറ്റ് നമുക്ക് പോയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഈ സോൾ സ്കാനറിൽ പോയിട്ട് നോക്കിയിട്ട് നമ്മൾ ഈ ടോക്കൺ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ബൈ ചെയ്ത റേറ്റ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മൾ വേറെ ചെക്ക് ചെയ്യാൻ പോയി, അപ്പോൾ ഇവിടെ നമുക്കൊരു ബൈ ചെയ്തതും സെല്ല് ചെയ്തതും ഇവിടെ അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ ഇത് മാത്രം ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്, ആ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ ബൈ ചെയ്ത സമയം നോക്കി നോക്കിയേ, ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ അയാൾ ബൈ ചെയ്തു. ഇവിടെ സെല്ല് ചെയ്ത ഡീറ്റെയിൽ ഉണ്ടാവും. നോക്കി നോക്കിയേ, അയാൾ എവിടെ സെല്ല് ചെയ്ത പോയിന്റ് നോക്കി നോക്കി നിങ്ങൾ. ഓ അടിപൊളി, അയാൾ ഇവിടുത്തെ ഫസ്റ്റ് 5 മിനിറ്റിൽ വാങ്ങി ഇവിടുത്തെ ഈ ഒരു ടൈമിൽ ഏകദേശം 1400% പ്രോഫിറ്റ് എടുത്തിട്ട് അയാൾ ബുക്ക് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഇതാണ് വെയിൽസ്, ഇതാണ് ആൽഫ, ഇതൊക്കെയാണ് ഇൻസൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ ടീമുകൾ. അപ്പോൾ ഇയാൾ ബൈ ചെയ്തതും സെല്ല് ചെയ്തതും നമുക്കൊരു വാലറ്റിൽ തന്നെയാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അയാളുടെ വാലറ്റ് അഡ്രസ്സ് നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ സ്കോൾ സ്കാനറിൽ ഇയാളുടെ വാലറ്റ് അഡ്രസ്സ് വെച്ചിട്ട് ഒന്ന് കളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആ ട്രാൻസ്ഫേഴ്സ് എടുത്തു. അതിനുശേഷം ഈ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ഒന്നുകൂടി കോപ്പി ചെയ്തു. അതിനുശേഷം ടോക്കണിൽ വന്നിട്ട് ഇവിടെ ഫിൽറ്റർ ചെയ്തു. ഈ ഒരു ടോക്കൺ മാത്രം ഇയാൾ എന്തൊക്കെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോക്കൺ അയാൾ ബൈ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടിയത് ആ റേഡിയം വഴി ബൈ ചെയ്തിട്ടുണ്ട്. ഫ്രം റേഡിയത്തിൽ നിന്ന് ഇയാൾ ഈ ഒരു വാലറ്റിലേക്ക്, അതായത് 78 നിന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഈ ഒരു വാലറ്റിലോട്ട് എത്രയാണ് വാങ്ങിയ 27 മില്യൺ. ഞാൻ നേരത്തെ അവിടെ കാണിച്ചു, 27 മില്യൺ $1,770 ഇയാൾ വാങ്ങി. അതിനുശേഷം ഇയാൾ സെല്ലിങ് നടത്തി. അതായത് ഈ ഒരു വാലറ്റിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇയാൾ ഇതുപോലെ വേറെ വല്ല ടോക്കൺ മേടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് റീസെറ്റ് ചെയ്തിട്ട് റേഡിയത്തിൻ്റെ ഈ ഒരു പ്രൊവൈഡറിൻ്റെ അഡ്രസ്സ് എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഒന്ന് ഫ്രമ്മിലൊന്ന് ഫിൽറ്റർ ചെയ്യണം. ഓക്കെ, റേഡിയം വഴി ഇയാൾ വേറെ വല്ല ടോക്കൺ മേടിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100K ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ വലുതും ഉണ്ടോ എന്ന് നമുക്കറിയണം. അതിന് ഞാൻ ഇവിടെ ഷോപ്പ് പേജിൽ 100 ഇടാണ്. നമുക്ക് എല്ലാ പേജുകളൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ആ പാസ്ബുക്ക് ചെക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവിടെ വേറെ ടോക്കൺ കിട്ടി. അതായത് ഈ 100K എന്ന് പറഞ്ഞിട്ടുള്ള ഈ 27 മില്യൺ ഇയാൾ വാങ്ങിയത് ഒരു 4 മണിക്കൂർ മുന്നെയാണ് വാങ്ങിയത്. അതിനുശേഷം 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാലറ്റിൽ നമുക്ക് ബൈ ചെയ്തതും സെല്ല് ചെയ്തതൊക്കെ അറിയാൻ പറ്റി. ഇയാൾ വേറെയും ഇവിടെ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോഫിറ്റിലാണ് ബൈ ചെയ്തത്. നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, റേഡിയം വഴി ഒരു 7 മണിക്കൂർ മുന്നേ ഇയാൾ സ്പെൽ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ വാങ്ങിയിട്ട്, അതും ഏകദേശം ഈ 100K മേടിച്ച എത്രയാണ്, 1770. ഇവിടെ എത്രയ്ക്ക് വാങ്ങിയ $1085 ഇയാൾ ഒരു വേറൊരു ടോക്കൺ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ഈ ഒരു ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പിയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് നോക്കി നോക്കാം ഈ ഒരു ടോക്കണിൻ്റെ പേജ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ വന്നു. ഓക്കെ, ഇതാണ് ആ ടോക്കണിൻ്റെ ചാർട്ട്. ഞാൻ എന്തായാലും 1 hour ടൈം ഫ്രെയിം ഇടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർട്ട് മൂവ്മെൻ്റ് ഒക്കെ. ഇയാൾ ഇവിടെ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്തത് പ്രോഫിറ്റിലാണോ, അല്ലെങ്കിൽ ബൈ ചെയ്തതെങ്കിലും നല്ല പ്രോഫിറ്റിൽ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നോ, ഡിപ്പൊന്ന് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നോ, ഇതൊക്കെ നമുക്കൊന്ന് അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇയാളുടെ വാലറ്റ് ഇവിടുന്ന് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടുന്ന് വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തു. അതിനുശേഷം ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഈ ഒരു സെക്ഷനിൽ ഇയാളുടെ വാലറ്റ് വെച്ചിട്ടുള്ള ഇയാളുടെ ആക്ടിവിറ്റികൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഫിൽറ്ററിൽ ഞാൻ ഈ വാലറ്റ് അഡ്രസ്സ് കൊടുത്തു, അപ്ലൈ കൊടുക്കണം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇയാൾ ബൈ ചെയ്തതും സെല്ല് ചെയ്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇയാൾ ഫസ്റ്റ് ബൈ ചെയ്തിട്ടുണ്ടോ. ഓക്കെ, ഇയാൾ വേറെ വാലറ്റിലേക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സെല്ലിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, നമുക്ക് എന്തെങ്കിലും ടോക്കൺ വെച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്യാം. ഇയാൾ വേറെയും ടോക്കണുകളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഏതാ, ഓക്കെ, പോങ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ടോക്കണുകളൊക്കെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്പെല്ലിൻ്റെ കാര്യം ഒന്ന് നോക്കി നോക്കാം. സ്പെല്ല് ഇയാൾ മേടിക്കുന്നതിന് മുന്നേ ഇയാൾ വേറെ ഏതോ വാലറ്റിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമാണ് നമ്മളിവിടെ കണ്ട ഫസ്റ്റ് ഒരു സെല്ല് കണ്ടു. ഇനി ബഗ്ഗാണെന്ന് അറിയില്ല, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇതൊരു ബഗ് തന്നെയാണ്. കാരണം ചില സമയത്ത് ബൈ ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും ഒരേ ഒരു മിനിറ്റിലൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ഈ ബൈയും സെല്ലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കാറുണ്ട്. അതൊരു ബഗ്ഗായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇയാൾ വേറെ വാലറ്റിലേക്ക് വേറെ വാലറ്റിൽ നിന്ന് ഈ ഒരു വാലറ്റിലേക്ക് വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ചിലപ്പോൾ അയാൾ മാസ്ക് ചെയ്തിട്ടും ഉണ്ടാവാം, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാലറ്റ് ഇയാൾ ബൈ ചെയ്ത ഡീറ്റെയിൽ ഒന്ന് നോക്കി നോക്കാം. ഇയാൾ വീണ്ടും ഇവിടുന്ന് ഇത്രയും താഴെ നിന്ന് ബൈ ചെയ്തു, ഈ ഒരു റെഡ് ക്യാൻഡിൽ നിന്ന് ബൈ ചെയ്തു. അതിനുശേഷം അയാൾ ഇവിടെ സെല്ല് ചെയ്തത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഭാഗത്ത് അയാൾ സെല്ല് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് മെഷർ ചെയ്യണം. നോക്കി നോക്കിയാൽ ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം എത്രയാണ്, എൻ്റെ മോനെ 1000% ഇയാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾ കുറച്ച് അടിപൊളി ആവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, വേറെ കാര്യം പറയുകയാണ്, ഇയാൾ ഇവിടെ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാത്ത അപ്പോൾ എത്ര സമയം എടുത്തിട്ടുണ്ട്, 2 ദിവസവും 1 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ സെല്ലിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാലറ്റിൽ അത്യാവശ്യം ഒരു പ്രോ ട്രേഡർ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു വെയിൽസ് അല്ല, ആൽഫ അല്ല, ഒരു പ്രോ ട്രേഡർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു ഡൗട്ട് തോന്നി. അതിനുശേഷം ഞാനൊന്ന് നോക്കി നോക്കുകയാണ്. ഇയാൾ ഇവിടുന്നും ബൈ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. $2000 $700 ഇവിടുന്ന് ബൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെന്നാ ബൈ ചെയ്തിരിക്കുന്നത്? December 2 ഓക്കെ, നമ്മൾ ഡെയിലി കാൻഡിലല്ല ഇട്ടിരിക്കുന്നത് അല്ലേ. ഏകദേശം 3 ദിവസം മുന്നേ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇന്നലെയും ഇന്നുമായിട്ട് അയാൾ വീണ്ടും ബൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം $1000 അയാൾ 6 മണിക്കൂർ മുന്നേ ഒരു $1000 ബൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളിത് സെല്ല് ചെയ്യുമെന്ന് അറിയില്ല, പ്രോഫിറ്റിൽ ഇനി ഇത് കയറുമെന്നും അറിയില്ല. അപ്പോൾ അയാൾ വലിയൊരു ഹ്യൂജ് റിട്ടേൺ എടുക്കാം, ചിലപ്പോൾ അയാൾക്ക് ലോസ് വരാം. ഇതൊന്നും നമുക്കറിയില്ല, ഇതൊക്കെ റിസ്ക്കുകളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വാലറ്റുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡും പ്രോഫിറ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്തു. അപ്പോൾ 2 ട്രേഡ് ഇയാൾ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇയാൾ വലിയ മോശമില്ല. ഇയാളുടെ ട്രേഡുകൾ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടോക്കണിൻ്റെ റിസ്ക്കുകൾ, റഗ് പുള്ള്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ റഗ് ചെക്കിൽ പോയി ചെക്ക് ചെയ്യുക, മറ്റേ ഇയാൾ ട്വിറ്റർ കയറി ചെക്ക് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. ഇവിടെ ഹൈ റിസ്ക് ആണ്. നമ്മൾ വെയിൽസിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ പ്രോ ട്രേഡേഴ്സിൻ്റെ ഒപ്പം തന്നെ ബൈ ചെയ്ത് അവരെ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ലെങ്ത് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് കാണാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം ലെങ്ത് ആക്കേണ്ട വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഒരു വാലറ്റ് കണ്ടപ്പോൾ ഓക്കെ, ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളും ഇയാൾ തൊടുന്ന കാര്യങ്ങളൊക്കെ പൊന്നാവുന്നുണ്ട് എന്ന് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നു, അങ്ങനെ ഒരു വിശ്വാസം വന്നു. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, ഇയാൾ അടുത്ത ട്രേഡ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നല്ല ലോസൊക്കെ വരുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, പോയാലും പോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടുള്ള ഒരു $2 $3 കൊണ്ടൊക്കെ ട്രേഡ് ചെയ്യുക. ഈ $2 $3 എന്ന് ഞാനിവിടെ പറയുമ്പോൾ നമ്മൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും കൂടി തന്നെ $1 വേറെ പോകുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ കുറേ സോഫ്റ്റ്വെയറുകൾ, ബോട്ടുകളൊക്കെ ഉണ്ട് കോപ്പി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വലിയ ഫീ ആണ്. അപ്പോൾ അതൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ മാനുവലായിട്ട് ചെയ്താൽ മതി ഇപ്പോൾ. കാരണം നമ്മൾ എല്ലാവരും വലിയ ക്യാഷുള്ള ടീമുകളൊന്നുമല്ല, ചെറിയ ഫണ്ട് വെച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകളല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. നമുക്ക് ചെറിയ ഫണ്ട് വെച്ചിട്ട് മാനുവലി ഞാൻ കുത്തിയിരുന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പിന്നീട് ഞാൻ അങ്ങനത്തെ സെക്ഷനിലോട്ട് പോയിക്കോളാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ഒരു കാശ് കുറേ അവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ഇത്തരം സർവീസുകൾ എടുത്തിട്ട് കാശ് കളയാൻ നിൽക്കണം. നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്, ഒരു $25 കൊണ്ടൊക്കെ ചെറിയൊരു $5 $3 ഒക്കെ വെച്ചിട്ട് ഇത് പഠിച്ച് ഒന്ന് സെറ്റാവാൻ നോക്കുക. അതിനുശേഷം അതൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഓപ്ഷനിലോട്ടൊക്കെ കിടക്കാം. എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ അതിനെപ്പറ്റിയൊക്കെ ചെയ്യും. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇയാൾ മേടിക്കുന്ന ടോക്കൺസുകളൊക്കെ ബൈ ചെയ്ത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒക്കെ മനസ്സിലായി. ഇവിടെ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് ടോക്കൺ കാണുന്നുണ്ട്, പിന്നെ ചിമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ കുറേ കാണുന്നുണ്ട്, മെമ്മ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇയാൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ സെല്ല് ചെയ്യണമെന്ന് വിശ്വസിക്കുക നിങ്ങൾ. അതായത് ഞാനിപ്പോൾ പറയുകയാണ്, ഇയാളിത് പ്രോഫിറ്റിലാണ് സെല്ല് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിക്കുക. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അടുത്തൊരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ബൈ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നു, ഇയാൾ സെല്ല് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അറിയാൻ പറ്റുന്നു, ഇതാണല്ലോ ഇവിടെ വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ വാലറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് മാത്രമായില്ല, ഇയാളുടെ ഒപ്പം തന്നെ സഞ്ചരിക്കണമെങ്കിൽ ഇയാളുടെ ആ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പം തന്നെ, ആ ഒരു സെക്കൻഡ് നമുക്ക് അപ്പം തന്നെ അറിയണ്ടേ. അതിലോട്ട് നമ്മളിനി കിടക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ബോട്ട് ഉണ്ട്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചാർജുകളൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ ഈ ഒരു വാലറ്റ് നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ, നല്ലതാവണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇയാൾ ബൈ ചെയ്യുന്ന എല്ലാ കോയിൻസുകളും നല്ല രീതിയിൽ പ്രോഫിറ്റിലോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിസ്ക്കിലാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഞാനിത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാലറ്റ് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നി, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് കോപ്പി ചെയ്യുക. ഫസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, റേ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ബോട്ടുണ്ട്, ഒരു സർവീസ് ഉണ്ട്, ഫ്രീ ആണ്. ഇതിൽ നമുക്ക് 10 വാലറ്റോളം ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, 10 വാലറ്റിന് വരെ നമുക്ക് ഒരേ സമയം ഇതിൽ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. കെയർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ray_purple_bot ഇതാണ് ഇതിൻ്റെ ലിങ്ക്. യൂസർ നെയിം ഇതാണ്. ഈ ഒരു യൂസർ നെയിം ഞാൻ അവിടെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതിലോട്ട് വരിക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ഒരു ചാനലിൽ നമ്മൾ ആ ഒരു ബോട്ടിൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് നമ്മളവിടെ നിന്ന് ജോയിൻ ആയിക്കുക. അതിന് ശേഷം മെനു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, മെനു. ഈ മെനുവിന് നമ്മൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അതൊന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഇവിടെ ആഡ് എന്ന് കൊണ്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ വാലറ്റിനെ ആഡ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വാലറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പണ്ട് നമ്മുടെ ഹൈബ്രിഡ് വെയിൽസിൻ്റെ ആ ഒരു വാലറ്റ് അഡ്രസ്സുകളൊക്കെ നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് മോശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് അത് മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കൊടുത്തുള്ള വാലറ്റ് അഡ്രസ്സാണ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആഡ് എന്നുകൊണ്ട് കൊടുക്കണം. ഓക്കെ, ആഡ് എന്ന് കൊടുത്തപ്പോൾ ഇവർ ചോദിച്ചു നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരത്തെ കോപ്പി ചെയ്ത ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒന്ന് എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കാണാം, ഓക്കെ, വാലറ്റ് അഡ്രസ്സ് ഇവിടെ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും മെനു എടുക്കുകയാണ്. എന്നിട്ട്
നമുക്ക് സെറ്റിങ്സിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാനേജിൻ്റെ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഈ വാലറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറ്റും. ഇവിടെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് വാലറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് വീണ്ടും ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സെറ്റിങ്സിലോട്ട് വരണം. ഓക്കെ, നമുക്ക് സെറ്റിങ്സിലോട്ട് വന്നിട്ട് നമുക്കിവിടെ കണ്ടീഷൻസുകൾ അപ്ലൈ ചെയ്യാം. അതായത് ഇയാൾ ഒരു കോയിൻ വാങ്ങി കുറേ ദിവസം മുന്നേ, അതിനുശേഷം അയാൾ വീണ്ടും ആ കോയിൻ തന്നെ വീണ്ടും അവിടെ ആവറേജ് ചെയ്ത് ബൈ ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഇയാൾ ഫ്രഷ് ആയിട്ട് ഒരു കോയിൻ ബൈ ചെയ്യുമ്പോൾ മാത്രം ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. അല്ലാതെ അയാൾ കുറേ വട്ടം അത് മേടിക്കുന്നുണ്ട്, അപ്പോൾ അത് അങ്ങനെ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ട. നമുക്ക് ആദ്യത്തെ അയാൾ മേടിച്ചിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതല്ല വേണ്ട. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ഒരു ട്രേഡ് അയാൾ എടുത്തു. അതായത് ഞാനിവിടെ ചാർട്ടിൽ കാണിച്ചു തരാം. ഇയാൾ ഇവിടെ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, ഇത് നല്ല പ്രോഫിറ്റിൽ സെല്ല് ചെയ്തു. പിന്നെ വീണ്ടും ആ ടോക്കൺ ഇവിടെ താഴ്ന്ന് പോയി ചെയ്തു. പിന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. സെല്ലാക്കുമ്പോൾ ചിലപ്പോൾ ലോസാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ വാലറ്റിൻ്റെ ആൾ ആദ്യമായിട്ട് ഒരു കോയിൻ പുതിയതായിട്ട് ബൈ ചെയ്യുമ്പോൾ മാത്രം ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് കിടക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ഫസ്റ്റ് ബൈ ഓൺലി. കണ്ടില്ലേ, ഇത് ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾ ആദ്യമായിട്ടാണ് ഒരു കോയിനിൽ ആദ്യത്തെ ഒരു ബൈയിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ടോക്കൺസുകൾ മാത്രം കൂടെ കാണിച്ചുള്ളൂ. അയാൾ വീണ്ടും ആ ടോക്കൺ ബൈ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമത് ബൈ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇയാൾ NFT മേടിക്കുമ്പോഴുള്ള ഇൻഫർമേഷൻ ഒന്നും വേണ്ട. നമുക്ക് ഇയാൾ ടോക്കൺ ബൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൊളാന കൊടുത്തിട്ട് ആ ഒരു ടോക്കൺ സ്വാപ്പ് ചെയ്യുമ്പോഴുള്ള ഇൻഫർമേഷൻസ് മാത്രം മതി. അതായത് അതുകൊണ്ട് നിങ്ങൾ ബൈ ഇവിടെ എനേബിൾ ചെയ്യുക, സ്വാപ്പ് ഇവിടെ എനേബിൾ ചെയ്യുക, സെല്ലും ഇവിടെ എനേബിൾ ചെയ്യുക. ഞാൻ ഇവിടെ സെല്ല് ഇടാറില്ല, ഞാൻ ഓരോ ട്രാക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സെല്ല് ഇടാറില്ല. ഇയാൾ ബൈ ചെയ്തിട്ട് പിന്നീട് നന്നായി പോകുന്നുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ സെല്ല് ഓപ്ഷൻ ഇടുക. കാരണം നിങ്ങൾക്ക് അയാൾ സെല്ല് ചെയ്യുമ്പോൾ തന്നെ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെല്ല് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എനേബിൾ ആയി. ഓക്കെ, ടിക്ക് മാർക്ക് വന്നു. അപ്പോൾ ഇത് ഇയാൾ ആദ്യമായിട്ട് ടോക്കൺ മേടിക്കുമ്പോഴുള്ള ഇൻഫർമേഷൻസ് ആ ഒരു ടോക്കൺ മാത്രമേ ഇവിടെ അറിയുള്ളൂ. അയാൾ ബൈ ചെയ്യുമ്പോൾ ആ ബൈ ചെയ്ത പ്രൈസും ആ ടോക്കണിൻ്റെ പേരൊക്കെ ഇവിടെ വരും. ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇതാ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഇവിടെ സാമി 1 എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ബുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ, അങ്ങനെ കുറേ ടോക്കണുകൾ ഇവർ മേടിക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അങ്ങനെ മേടിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ പേരിൻ്റെ തൊട്ട് താഴെ ഒരു അഡ്രസ്സ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ്. ഇനി നിങ്ങൾക്ക് കോൺടാക്ട് അഡ്രസ്സ് എടുത്തിട്ട് ഡെക്സ് സ്ക്രീനറിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാൻ മടിയാണ്, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ DS എന്ന് കൊണ്ട് കണ്ടില്ലേ, ഡെക്സ് സ്ക്രീനറിൻ്റെ ഷോർട്ട് ഫോമാണ് DS എന്ന്. ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിലോട്ട് ഒറ്റയടിക്ക് അങ്ങ് ഓപ്പൺ ആയി വരും. കണ്ടില്ലേ, സാമി 1 എന്നുള്ള ആ ടോക്കൺ ഒറ്റയടിക്കും കൂടെ ഓപ്പൺ ആയി. നമ്മൾ ഇന്നലെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സിൽ ഇനി ഞാൻ വേറെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. നമുക്ക് ഇയാൾ സൊളാന മേടിക്കുന്നത് അല്ലെങ്കിൽ വേറെ വാലറ്റിലേക്ക് മാറ്റുന്നത് അത്ര ഇൻഫർമേഷൻസ് ഒന്നും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ടോക്കൺ സോൾ ട്രാൻസ്ഫർ, അതായത് സൊളാന ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്ത്, അതായത് ഒരു ടോക്കൺ അയാൾ നല്ല രീതിയിലുള്ള ഒരു പ്രോ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ പല ടൈമിൽ സൊളാന അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇതിൽ കണ്ടിന്യൂസിൽ കുറേ ഇങ്ങനെ കയറി വരും. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. സോൾ ട്രാൻസ്ഫർ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ടോക്കൺ മിൻറ്റിങ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാലറ്റ് അഡ്രസ്സ് ഒരു പ്രോ ട്രേഡറിൻ്റെ മാത്രമല്ല, അയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ മിൻറ്റ് ഇവിടെ എനേബിൾ ചെയ്യാം. അതായത് ഇയാൾ ടോക്കൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് അലേർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോക്കൺ മിൻറ്റ്. ഞാനത് ഡിസേബിൾ ആണ്. നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്തിട്ട് അത്തരത്തിലും കൂടി നല്ല വാലറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വാലറ്റിൽ നിന്ന് നമ്മൾ ടോക്കണിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് ആ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുടെ അഡ്രസ്സ് നമ്മൾ എടുക്കുന്ന ഒരു സംഭവം നമ്മൾ മുന്നേ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കോയിനുകളൊക്കെ നല്ല രീതിയിൽ കയറി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. അയാൾ പിന്നെ നെക്സ്റ്റ് ഏത് ടോക്കണാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇയാൾ ഈ ഒരു ടോക്കൺ വാങ്ങിയിട്ട് വേറൊരു വാലറ്റിലേക്ക് മാറ്റി വെച്ചിട്ടാണ് അയാൾ സെല്ല് ചെയ്യുന്നത്. പക്ഷേ അയാൾ നല്ല ജെന്യൂനായിട്ട് ബൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഇൻഫർമേഷൻസ് കിട്ടുന്നൊരു വാലറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടോക്കൺ ട്രാൻസ്ഫർ എനേബിൾ ചെയ്യാം. അതായത് ഇയാൾ ഇവിടുന്ന് ഒരു ടോക്കൺ മേടിച്ചിട്ട് വേറെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആയിരിക്കും സെല്ല് ചെയ്യുക, ഈ വാലറ്റിൽ അയാൾ സെല്ല് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അങ്ങനെ മിസ്സായി പോകുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ സെല്ല് ചെയ്ത് നിങ്ങൾ അറിയില്ല. നിങ്ങൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ ലോസിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന വാലറ്റുകളുണ്ടാവും, സൂത്രശാലികളുണ്ടാവും. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടോക്കൺ ട്രാൻസ്ഫർ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടോക്കൺ ട്രാൻസ്ഫർ ആയ വശം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ വേഗം പോയിട്ട് ആ ട്രാൻസ്ഫർ ചെയ്ത വാലറ്റുകളും ഇതിൽ ആഡ് ചെയ്തിട്ട് ആ വാലറ്റിൽ ഇയാൾ ഇതുപോലെ ട്രാൻസ്ഫറോ സെല്ലിങ്ങോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് കൊണ്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു വാലറ്റിൽ ഇയാൾ സെല്ലിങ് നടത്തിയ വശം തന്നെ നിങ്ങൾക്ക് പോയിട്ട് സെല്ല് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനായിട്ടുള്ളത്. പിന്നെ എൻ്റെ ട്രിപ്പ്, അതർ ബേണിങ്, ഇയാൾ ബേണിങ് നടത്തുന്ന കാര്യം, NFTs വാങ്ങുന്ന കാര്യം, അത്തരം കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടം ഉള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ജൂപ്പിറ്റർ വഴി ഇയാൾ ഇപ്പോൾ നമ്മൾ റേഡിയം വഴി മേടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇയാൾ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡർ ഉണ്ട്, നല്ലത് തന്നെയാണ് കേട്ടോ, അടിപൊളി തന്നെയാണ്, നമ്മുടെ റേഡിയം പോലെ തന്നെ സൂപ്പറാണ്. അപ്പം നിങ്ങളതൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ജൂപ്പിറ്ററൊക്കെ നിങ്ങൾ എന്തായാലും എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇയാൾ pump.fun നിന്ന് മേടിക്കുന്ന ടോക്കൺസ് വേണ്ട, അല്ലെങ്കിൽ അത് മാത്രം മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് pump.fun എനേബിൾ ചെയ്ത് വയ്ക്കാം. ഇന്നത്തെ ഒരു കാലയളവിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ pump.fun എനേബിൾ ചെയ്യുന്നത് വെക്കുന്നതാണ് നല്ലത്. കാരണം pump.fun വഴി വരുന്ന ടോക്കൺസുകളൊക്കെ നല്ലതാണ്. പക്ഷേ
പമ്പ് ഫണ്ട് വഴി ടോക്കൺ ക്രിയേറ്റ് ആയിട്ട് അത് സക്സസ് ആയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. മനസ്സിലായില്ല? ചിലപ്പോൾ ഇയാൾ ബൈ ചെയ്യുന്ന ടോക്കണുകളൊന്നും റേഡിയത്തിലോട്ട്, അതായത് നമ്മുടെ ഡെക്സിലോട്ട് വരുന്നില്ല. പമ്പ് ഡോട്ട് ഫണ്ടിൽ തന്നെ അത് ഒന്ന് മാനിപ്പുലേഷനൊക്കെ നടന്നത് ലോസിലോട്ട് പോയിന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പമ്പ് ഡോട്ട് ഫണ്ട് ഈ വാലറ്റിൽ സേഫ് അല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഡിസേബിൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇത്. പിന്നെ റേഡിയത്തിൽ അയാളൊരു ടോക്കൺ, അതായത് ഇത് എന്തായാലും എനേബിൾ ചെയ്ത് വയ്ക്കുക. റേഡിയം വഴിയാണല്ലോ നമ്മൾ ടോക്കൺസ് ഇപ്പോൾ മേടിക്കുന്നത്. ചിലർ റേഡിയം വഴി ആയിരിക്കില്ല, ചിലർ ജൂപ്പിറ്റർ വഴി വാങ്ങുന്നവരുണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിൽ ഈ ഒരു ഓപ്ഷൻസുകളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇൻകമിങ് ഔട്ട് ഗോയിങ് ഇത് രണ്ടും ഓൺ ആക്കി വയ്ക്കുക. അതായത് ഇതിലോട്ട് അയാൾ വല്ല കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഔട്ട് ഗോയിങ്, അതായത് ഇവിടുന്ന് വേറെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത് രണ്ടും എന്തായാലും എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വാലറ്റുകൾ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി ടോപ്പ് ട്രേഡറിന്, അതുപോലെ എങ്ങനെയാണ് ആ വാലറ്റ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ വെയിൽസിനെ കണ്ടുപിടിക്കുന്നതായാലും ആൽഫാസിനെ കണ്ടുപിടിക്കുന്നതായാലും അങ്ങനെ പല ടേമുകളിൽ വിളിക്കുന്ന ഇത്തരം വലിയ പുലികളെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മാസ്ക് ചെയ്യുന്നവരുടെ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോ ട്രേഡറിനോ അല്ലെങ്കിൽ ചെറിയൊരു വെയിൽസിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, ചെറിയ വെയിലും വലിയ വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനത്തെ വെയിൽസിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തല പുകഞ്ഞിട്ട് ചിന്തിക്കാനും സമയമില്ല, അത് ചെയ്യാനും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇവിടെ ചെയ്യാം. പക്ഷേ അത്തരക്കാർക്ക് ഇവിടെ അതിനേക്കാളും വലിയ റിസ്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെക്സിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഈ ഒരു ഡെക്സ് സ്ക്രീനറിൽ ടോപ്പ് ട്രേഡറിൻ്റെ ഈ സെക്ഷനും സ്നൈപ്പിംഗ് സെക്ഷനൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് സെക്ഷനും കൂടെ ഉണ്ട്, അത് വളരെ ചെറുതാണ്. നമ്മൾ ബബിൾ മാപ്പൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു ആഡ് ഓൺ പോലെ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡോട് കൂടിയിട്ടും ഇന്നത്തെ എപ്പിസോഡോട് കൂടിയിട്ടും നമ്മളൊരു 90-95% കവർ ചെയ്തിട്ടുണ്ട് ക്വിസ്. അപ്പോൾ നമുക്ക് നാളത്തെ ഒരു എപ്പിസോഡിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നല്ലത് കണ്ടെത്തി പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ് നമ്മുടെ ചാനൽ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.